വളരെയധികം വിഷമത്തോടെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഏതായാലും സ്ക്രീനിലെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നമ്മൾ വേൾഡ് ഫുട്ബോൾ വാർത്തകൾ കുറച്ചായിട്ടുള്ളൂ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഏതായാലും ഇപ്പോൾ സങ്കടം ജനിപ്പിക്കുന്ന ഒരു കാര്യം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ലിവർപൂളിൻ്റെയും പോർച്ചുഗൽ നാഷണൽ ടീമിൻ്റെയും പ്രധാനപ്പെട്ട താരമായിട്ടുള്ള ഡീഗോ ജോട്ട അന്തരിച്ചിരിക്കുന്നു. സ്പെയിനിൽ വെച്ചൊരു കാർ അപകടത്തിലാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനും മരണപ്പെട്ടിട്ടുള്ളത്. ഒരാഴ്ച ആയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. ഏതായാലും വളരെയധികം ദുഃഖം ജനിപ്പിക്കുന്ന കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ എല്ലാവരും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒരു ബ്ലാക്ക് ഡേ എന്ന് തന്നെ അറിയപ്പെടുന്ന ജൂലൈ 3-ാം തീയതി ഇന്ന് ഒരു ബ്ലാക്ക് ഡേ ആയി അറിയപ്പെടുകയാണ്. ഏതായാലും കാരണം അദ്ദേഹം ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു, അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം അന്തരിച്ചു. ഡീഗോ ജോട്ട 29 വയസ്സ് എത്താനേ പ്രായമുള്ളൂ. ഏതായാലും ജൂലൈ 3 ഒരു ബ്ലാക്ക് ഡേ ആയി അറിയപ്പെടും. വളരെയധികം സങ്കടം ജനിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. റിപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ വളരെയധികം സങ്കടമുണ്ട്, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നതിൽ.